ഹലോ, ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എണ്ണ ചൂടായി ചട്ടിയിൽ നമുക്ക് കടുവിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. കറിവേപ്പില ഇട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഇളക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ആവശ്യത്തിന് ശകല ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ സവാള അത്യാവശ്യം നല്ലപോലെ വഴണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴണ്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഒഴിച്ചു കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു 3-4 തലേദിവസം കുതിർത്ത ഗ്രീൻ പീസാണ്. ഒരു 3-4 വിസിൽ ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ചൂടായി തിള വരുമ്പോഴത്തേനും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഒരു 2 ടീസ്പൂൺ തേങ്ങ അത്രയും മതിയായിരിക്കും. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് അത് തിളയ്ക്കാൻ പാടില്ല. ഗരം മസാലയാണ് ഇടുന്നത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ നമുക്ക് ഓപ്ഷനിലാണ് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ അങ്ങനെന്തെങ്കിലും ഇടാം, ബീൻസ് ഇതൊക്കെ ഇടാം. നല്ല ടേസ്റ്റാണേ. അപ്പം ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇളയാൾക്ക് സിത്തപ്പന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശയും ഗ്രീൻ പീസ് കറിയും. വേറെ ഒന്നും വേണ്ട, 4 നേരം വേണമെങ്കിലും അവൾ അത് കഴിച്ചോളും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.